പ്രിയക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായി ഈ ബലഹീന വചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ, ഭക്തനായ ഒരു മനുഷ്യന് പറയുവാൻ തക്കവണ്ണമുള്ള ഉത്തരം അത് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി, അതാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ പറയുവാൻ തക്കവണ്ണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമ ഭാഗങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ ഏറെ അത്ഭുതം അറിയാതെ തന്നെ കൊള്ളും. കാരണം സങ്കീർത്തന പുസ്തകങ്ങളിലൊക്കെ നാം പരിചയപ്പെടുന്ന ദൈവത്തിൻ്റെ വിശദീകരണങ്ങളും വിശേഷണങ്ങളും എന്തൊക്കെയാണ്? 18 മുതലുള്ള സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ദൈവത്തെപ്പറ്റി അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയാകുന്ന ദൈവം കാറ്റിൻ ചിറകിൽ സഞ്ചരിക്കുന്നു, അഗ്നിജ്വാലയിൽ അവൻ വെളിപ്പെടുന്നു, ഇടിമുഴക്കത്തിൽ കൂടി അവൻ സംസാരിക്കുന്നു, വനപർവ്വങ്ങളെയൊക്കെ തൻ്റെ നിശ്വാസത്താൽ ചുട്ട് ചാമ്പലാക്കുന്നു, നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് അവൻ നന്മ ചെയ്യുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഉടനെ തന്നെ സംഹരിച്ചു കളയുന്നു. ഇങ്ങനെ അത്യന്തം ഭീതിതമാകുന്ന രീതിയിലാണ് പഴയ നിയമത്തിൽ ദൈവത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തലുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്രയിൽ പോലും അവർ ദൈവനാമം അവരുടെ നാവിന്മേൽ എടുക്കുവാൻ ഭയപ്പെട്ടിരുന്നു. ദൈവനാമത്തെ ചൊല്ലി സത്യം ചെയ്യുവാൻ ഭയപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമെന്ന് അവർ അന്നുവരെയും കരുതിയിരുന്ന സാക്ഷീൻ പെട്ടകത്തിൽ നിന്ന് അകന്നുമാറിയാണ് അവർ സഞ്ചരിച്ചത്. ഇതൊക്കെ ഇസ്രായേലിൻ്റെ ചരിത്രഗതിയിൽ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് നാം വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ വളരെ ഭീതിതമായ രീതിയിൽ മനുഷ്യൻ കണ്ടിരുന്ന ദൈവം മനുഷ്യനായി ഭൂമിയിൽ മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുവാൻ, മനുഷ്യരോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു എന്നുള്ളത് ആ കാലത്തും എല്ലാ കാലത്തും വലിയ അത്ഭുതം തന്നെയാണ്. എൽദോ പെരുന്നാളിൻ്റെ ആരാധനയിൽ ദേവാലയത്തിൽ സംബന്ധിച്ചിട്ടുള്ളവർ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ നരരൂപ സ്വീകരണത്തിൽ എങ്ങനെയാണ് അതിശയപ്പെട്ടു പോയത് എന്നുള്ളത് ആരാധനകളിലൂടെ മനസ്സിലാക്കി കാണും. ഭംഗിയായി പിതാക്കന്മാർ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. എങ്ങനെയാ പുൽക്കൂടേറ്റു സിംഹത്തിൻ ശിശുവിൻ ശക്തി, എങ്ങനെയാ വിശ്വംഭരനെ കന്യകയാം പെൺകുഞ്ഞേന്തി. അവർ ചോദിക്കുക, എങ്ങനെയാ പുൽക്കൂടേറ്റു സിംഹത്തിൻ ശിശുവിൻ ശക്തി? ഉഗ്രപ്രതാപവാനായ പിതാവാം ദൈവമെന്ന സിംഹത്തിൻ്റെ പുത്രൻ എങ്ങനെയാണ് പുൽക്കൂട്ടിൽ കിടന്നത്? എങ്ങനെയാ വിശ്വംഭരനെ, ലോകം മുഴുവൻ ഭരിക്കുന്നവനെ, കന്യകയാകുന്ന പെൺകുഞ്ഞ്, ആ ചെറുബാലിക എങ്ങനെയാണ് തൻ്റെ ഉദരത്തിൽ വഹിച്ചത്? വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനെയാ പുൽക്കൂടേറ്റു സൃഷ്ടാവേ അത്യാശ്ചര്യം. സൃഷ്ടാവേ, ഞങ്ങൾക്ക് ആശ്ചര്യമാണ്, നീ എങ്ങനെയാണ് ഈ പുൽക്കൂട്ടിൽ കിടന്നത്? അപ്പോൾ ദൈവം മനുഷ്യനായി എന്നത് നമ്മുടെ കർത്താവിൻ്റെ കാലത്തുള്ളവരും അതിന് ശേഷമുള്ളവരുമെല്ലാം വളരെ അത്ഭുതത്തോടെയാണ് കണ്ടത്. അതിൻ്റെ കാരണം എന്താണ്? ദൈവം എന്തിനു മനുഷ്യനായി? വിശുദ്ധനായ യോഹന്നാൻ അതിൻ്റെ ഉത്തരം നൽകുന്നുണ്ട്. ഒറ്റ വാക്കിലാണ്. അതിങ്ങനെയാണ്, ഏകജാതനായ തൻ്റെ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ അതുല്യമായ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തു. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം, അമ്മാനുവേലാകുന്ന ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം, ദുരന്തങ്ങളും ദുരിതങ്ങളും രോഗവും മരണവും ഒക്കെ അടിക്കടി നമ്മെ ഇങ്ങനെ നിഴലുപോലെ പിന്തുടരുന്ന ഈ കാലത്ത് നമ്മോടൊപ്പം ആശ്വസിപ്പിക്കുവാൻ, ധൈര്യം പകരുവാൻ, ബലപ്പെടുത്തുവാൻ, കൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം എപ്പോഴും നമ്മെ സഹയാത്ര ചെയ്ത് നിഴലുപോലെ കൂടെ നിൽക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവചന കേൾവിക്കായി സുറിയാനി പിതാക്കന്മാർ ഭക്തരാകുന്ന മനുഷ്യരിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് 3 കാര്യങ്ങളാണ് എപ്പോഴും ആവശ്യപ്പെടുന്നത്. നമ്മുടെ വിശുദ്ധമാകുന്ന ഏവൻഗേലിയോൻ വായിക്കുന്നതിന് മുൻപ് ശുശ്രൂഷകൻ നൽകുന്ന ഉദ്ബോധനം, അറിയിപ്പ്, ആ 3 കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തി പറയുകയാണ്.
നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ ദൈവവചനം കേൾക്കുന്നതിന് മുൻപ് ഭക്തനാകുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രേഖപ്പെടുത്തലാണ്. സുറിയാനിയാണ് കുറെ കൂടി അർത്ഥപൂർണമായിട്ടുള്ളത്. മലയാള തർജ്ജിമ അത്ര കണ്ട് ഫലപ്രദമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സുറിയാനിയിൽ 3 പദങ്ങളാണ് ദൈവവചന കേൾവിക്കായി പിതാക്കന്മാർ ഭക്തരാകുന്ന മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന് ഷെലിയോ എന്നുള്ള വാക്കാണ്. ഷെലിയോ, ആ വാക്കിന് ഇപ്രകാരമാണ് നമുക്ക് അർത്ഥം കൊടുക്കാവുന്നത്: ശാന്തത. ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ഈ ലോക ജീവിതത്തിലായിരിക്കുന്ന ഭക്തരാകുന്ന മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? ശാന്തതയാണ്. വല്ലാതെ തിരക്ക് പിടിച്ചൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ വല്ലാതെ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭവനത്തിൽ വരുന്നു, കിടന്നുറങ്ങുന്നു, നന്നേ പുലർച്ചെയാകുമ്പോൾ എഴുന്നേറ്റ് പോകുന്നു. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമാണ്. ശാന്തമായി അല്പനേരം ഭവനത്തിൽ പോലും ആയിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെയും ചിലവഴിക്കുന്ന സമയത്തിനിടയിൽ നാം എന്തൊക്കെ വ്യാപാരങ്ങളിലാണ് ഏർപ്പെട്ടു പോകുന്നതെന്ന് വെറുതെ ഒന്ന് ശാന്തമായി ചിന്തിച്ചാൽ മതി. വെറുതെ ഇരിക്കുവാൻ ഒരു സമയവുമില്ല. ഒന്നുകിൽ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ TV സ്ക്രീനിൽ, അല്ലെങ്കിൽ ചുറ്റുപാടും, അല്ലെങ്കിൽ ഉപജീവന സംബന്ധമാകുന്ന യാത്രകളിൽ ഒക്കെയാണ് ഏറിയ പങ്കും നാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശാന്തമായി ഇരിക്കുവാൻ സാധിക്കുന്നവർക്ക് ദൈവവചനത്തിൻ്റെ കേൾവി അനുഗ്രഹദായകമാകും എന്നുള്ളതാണ് പിതാക്കന്മാർ പറയുന്നത്. ശാന്തമായി ഈ പരിശുദ്ധ ദേവാലയത്തിലും പല സ്ഥലങ്ങളിലുമായും ഇരുന്ന് ഈ വചനം കേൾപ്പാൻ നമുക്കിടയാകട്ടെ. രണ്ടാമതായി ദൈവവചന കേൾവിക്കായി ഭക്തരാകുന്ന മനുഷ്യരിൽ നിന്ന് പിതാക്കന്മാർ പ്രതീക്ഷിക്കുന്നത് ദേഹൽസോ എന്നുള്ള വാക്കാണ്. 2 സുറിയാനി പദങ്ങൾ ചേരുന്നതാണ്. ദഹലാസ് ആലോഹോ. ആ വാക്കിൻ്റെ അർത്ഥം ദൈവഭയം എന്നാണ്. ദൈവവചനം കേൾക്കുന്നവർക്ക് എന്തുണ്ടാകണം? ശാന്തത ഉണ്ടാകണം, ദൈവഭയം ഉണ്ടാകണം. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ദൈവഭയവുമില്ല, മനുഷ്യനോട് സ്നേഹവുമില്ല. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാണ് ഏറിയ പങ്ക് ആളുകളും. പഴയകാലത്തെ ആളുകൾക്ക് അല്പമെങ്കിലും ദൈവഭയം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവഭയം പോയിട്ട് മനുഷ്യരോട് ഭയമോ മനുഷ്യരോട് സ്നേഹമോ ഇല്ലാത്ത വല്ലാത്തൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിക്കടി കേൾക്കുന്ന വാർത്തകളെല്ലാം അതാണ് സാധൂകരിക്കുന്നതും. അങ്ങനെ ഒരു കാലത്ത് ദൈവമേ, നിന്നിലുള്ള ഭയം കുറഞ്ഞു പോകാതെ എന്ന് നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവവചന കേൾവിക്കായി ഇരിപ്പാൻ തക്കവണ്ണം നമുക്കാകണം. മൂന്നാമതായി പിതാക്കന്മാർ ഉപയോഗിക്കുന്ന വാക്ക് നഖ്ഫൂസോ എന്നുള്ളതാണ്. അതിൻ്റെ അതേപടി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ അതിപ്രകാരമാണ്: വികാരങ്ങളുടെ വിമലീകരണം. വികാരങ്ങളുടെ വിമലീകരണം, അതായത് ഈ ലോകസംബന്ധമാകുന്ന വികാരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ശാന്തമായി ദൈവഭയത്തോടെ മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മാറി വിമല ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമുക്കിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അതാകട്ടെ: കർത്താവേ, നിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം തിരക്ക് പിടിച്ച് ഈ ലോകത്ത് അല്പം ശാന്തത ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവഭയത്തോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. നിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ വികാരങ്ങളൊക്കെ അല്പനേരത്തേക്ക് മാറ്റിവെച്ച് വികാരങ്ങളുടെ വിമലീകരണത്തോടെ ഹൃദയപൂർവ്വം നിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാതാവും പരിശുദ്ധന്മാരും അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമുക്കായി മധ്യസ്ഥത അണയ്ക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി ദൈവാശ്രയത്തോടെ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായി നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. യേശുക്രിസ്തുവിൻ്റെ വെളിപാട്, യോഹന്നാൻ്റെ യുഗാന്ത്യ ദർശനം എന്നൊക്കെയുള്ള പേരുകളിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടടുപ്പിച്ച് കൊടിയ ക്രൈസ്തവ പീഡയുടെ കാലഘട്ടത്തിൽ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട വിശുദ്ധനായ യോഹന്നാൻ, അപ്പോസ്തോലനായ യോഹന്നാനാണ് ഈ ഗ്രന്ഥം ചമച്ചതെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എതിരഭിപ്രായങ്ങളും
ചിലയിടങ്ങളിൽ ചില പണ്ഡിതന്മാർ ഉയർത്തുന്നുണ്ട്. എങ്കിലും പൊതുവായ വിശ്വാസം കർത്തൃശിഷ്യനാകുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് കൊടിയ പീഡയുടെ കാലഘട്ടത്തിൽ നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെ വെച്ച് അവനുണ്ടായ ആത്മവിവശതയിൽ അവനുണ്ടായ ദർശനം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് വെളിപാട് പുസ്തകമെന്നാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഏഷ്യ മൈനറിലെ 7 സഭകളോടുള്ള ധാർമ്മികമാകുന്ന ഉപദേശങ്ങളാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുവാൻ വളരെ എളുപ്പമാണ്. വളരെ കഠിനമാകുന്ന പദങ്ങളോ ഏതെങ്കിലും തരത്തിൽ കഠിനമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ദർശനങ്ങളോ ഒന്നും ആദ്യത്തെ 4 അധ്യായങ്ങളിലില്ല. എന്നാൽ 4 മുതലുള്ള അധ്യായങ്ങളിൽ പ്രതീകങ്ങളും അടയാളങ്ങളും ഒക്കെ വഴിയായി സന്ദേശം കൈമാറുന്ന രീതിയാണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളത്. ഈ വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഈ ദർശനത്തിൻ്റെ ക്രമം വിവരിക്കുന്നുണ്ട്. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശുക്രിസ്തുവിൻ്റെ വെളിപാട്. വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആർക്ക്? യേശുവിന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി. അപ്പോൾ ദൈവം യേശുക്രിസ്തുവിന് കൊടുത്ത വെളിപാട്, അങ്ങനെയാണല്ലോ യേശുക്രിസ്തുവിൻ്റെ വെളിപാടെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. യേശുക്രിസ്തുവിന് കൊടുത്ത വെളിപാട് യേശുക്രിസ്തു ദൂതൻ മുഖാന്തരം തൻ്റെ ദാസനാകുന്ന യോഹന്നാന് അത് വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കായി ഈ വെളിപാടിനെ ഭാഗിച്ച് നൽകുന്നു. അതാണ് ഈ വെളിപാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മുഴുവനും ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ. അതായത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ 1-ാമത്തെ സഭയായ ആസ്യയിലെ 7 സഭകൾക്കായി യോഹന്നാൻ ഈ ദൂതിനെ വെളിപാടിനെ വിഭജിക്കുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതിൽ 1-ാമത്തെ സഭയായ എഫേസൂസിലെ വിശ്വാസ സമൂഹത്തോടുള്ള അറിയിപ്പാണ് 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലുള്ള ഈ പരാമർശം ഏത് സഭയോടുള്ളതാണ്? എഫേസൂസിലെ സഭയോടുള്ള അറിയിപ്പാണ്, ഉപദേശമാണ് 2-ാമത്തെ അധ്യായത്തിലുള്ളത്. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം എഫേസൂസിലെ സഭയോടുള്ള അറിയിപ്പാണ്. വേദപുസ്തക ചരിത്രകാലത്ത് എഫേസൂസ് എന്ന് പറയുന്ന സ്ഥലത്തിന് ധാരാളം പ്രാധാന്യമുണ്ട്. ആദ്യമായിട്ടല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ എഫേസൂസ് എന്ന് പറയുന്ന സ്ഥലം പ്രത്യക്ഷപ്പെടുന്നത്. ഏഷ്യ മൈനറിൻ്റെ വടക്ക് തീരത്തുള്ള പ്രമുഖമായ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു എഫേസൂസ്. അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തലുണ്ട്, പുരാതന കാലത്തെ പ്രസിദ്ധമായ ഒരു ദേവിയുടെ ക്ഷേത്രം എഫേസൂസിലായിരുന്നു. വേറെ ആരുമല്ല, ആർത്തമിസ് ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് എഫേസൂസിലാണ്. കലാകായിക വിനോദങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സ്ഥലമാണ് എഫേസൂസ് എന്നുള്ളത്. അപ്പോൾ സ്ഥലത്തിന് മാത്രമല്ല, എഫേസൂസിലെ സഭയ്ക്കും പ്രാധാന്യമുണ്ട്. അത് ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ അതിൻ്റെ രേഖപ്പെടുത്തലുണ്ട്. ആസ്യയിലെ എല്ലാ സഭകളുടെയും മാതൃസഭയായി നിലനിന്നിരുന്ന സഭയാണ് എഫേസൂസ്. അത് മാത്രമല്ല, 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഈ എഫേസൂസിലെ സഭയുടെ പ്രത്യേകത പറയുന്നുണ്ട്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ദുഷ്ടന്മാരെ നിനക്ക് വഹിക്കുവാൻ കഴിയാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരിക്കുന്നതും ഞാൻ അറിയുന്നു. അക്കമിട്ട് കുറെ പ്രത്യേകതകൾ എഫേസൂസിലെ സഭയ്ക്കുണ്ടെന്ന് 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. നീ പ്രവൃത്തിയുള്ള സഭയാണ്, പ്രയത്നമുള്ള സഭയാണ്, സഹിഷ്ണുതയുള്ള സഭയാണ്, ദുഷ്ടന്മാരെ സ്വീകരിക്കാഞ്ഞ സഭയാണ്, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരാണെന്ന് പറഞ്ഞു വന്ന കപടവാദികളെ ഉൾക്കൊള്ളാതെ ഇരുന്ന സഭയാണ്. അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കുകയും തളർന്നു പോകാതിരിക്കുകയും ചെയ്ത സഭയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള സഭയാണ് എഫേസൂസിലെ സഭ. ആ സഭയോടാണ്, അവിടുത്തെ വിശ്വാസ സമൂഹത്തോടാണ്, അതായത് നമ്മുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ആത്മീയമായി ഏറെ ഉന്നതിയിൽ നിൽക്കുന്ന, ഒരു കുറവിൻ്റെ ലാഞ്ചന പോലും രേഖപ്പെടുത്തി പറയുവാൻ തക്കവണ്ണം സാധ്യമാകാത്ത ഒരു വിശ്വാസ സമൂഹത്തോടാണ് ഈ അറിയിപ്പ് കൊടുക്കുന്നത്. ആ അറിയിപ്പ് അല്പം കഠിനമുള്ളതാണ്. ആ അറിയിപ്പ് എന്താണ്? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. സത്യത്തിൽ വളരെ പരിഭ്രമിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി ഗുണഗണങ്ങളുള്ള, ദൈവത്തിൽ വിശ്വസിച്ച് ആഴമായ വിശ്വാസം നിലനിർത്തിയ,
യേശുക്രിസ്തുവിന് വേണ്ടി ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച, വേദനപ്പെട്ട, സഹിഷ്ണുതകൾ കൂടിയൊക്കെയും കടന്നുപോയ ഒരു വിശ്വാസ സമൂഹത്തോട് കേൾക്കുവാൻ ചേലില്ലാത്ത തരത്തിലുള്ളൊരു പ്രസ്താവന പറയുന്നു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരുമെന്നുള്ളത് മാത്രമല്ല, അതിനോട് ചേർന്ന് പറയുന്നതാണ് ഏറെ കഠിനമാകുന്ന ഭാഷാപ്രയോഗം. ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വെളിപാട് പുസ്തകത്തിൽ നിലവിളക്ക് എന്നുള്ളത് ആഴമായ അർത്ഥമുള്ള പ്രതീകമാണ്. 7 നിലവിളക്ക് എന്നൊക്കെ നാം കേൾക്കുന്നുണ്ട്. സഭയെ കുറിക്കുവാൻ തക്കവണ്ണം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രതീകമാണ് നിലവിളക്ക് എന്നുള്ളത്. അപ്പോൾ എഫേസൂസിലെ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് എന്താണ്? നീ അനുദപിച്ചില്ല എങ്കിൽ സംഭവിക്കുവാൻ തക്കവണ്ണം പോകുന്ന ഈ സഭയെ തന്നെ ഞാൻ നീക്കിക്കളയും, ഈ സഭയെ തന്നെ ഞാൻ നീക്കിക്കളയും എന്നുള്ള കഠിനമാകുന്നൊരു പരാമർശമാണ് ഇത് അരുളപ്പാടായി ആ സഭയുടെ മുമ്പിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഈ കഠിനമാകുന്ന പരാമർശം എന്തുകൊണ്ട് നടത്തി എന്നുള്ളതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും ഈ ഭാഗത്ത് വലുതായി വിവരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് എഫേസൂസിലെ ഈ സഭയോട് ഇങ്ങനെ കഠിനമായ, നിന്നെ നീക്കിക്കളയും, ഇല്ലാതെയാക്കും, തകർത്തുകളയും, നിന്റെ വിളക്ക് കെടുത്തിക്കളയും എന്നൊക്കെ അർത്ഥം വരുന്ന അല്ലെങ്കിൽ അപ്രകാരമുള്ള കഠിനമാകുന്ന പദം എന്തുകൊണ്ടാണ് ആ ചെറിയ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് എന്നുള്ളതിൻ്റെ വിസ്തരിച്ചുള്ള വിവരണങ്ങളൊന്നും ഈ ഭാഗത്തെങ്ങും പറഞ്ഞിട്ടില്ല. അതാണ് അതിലേറെ ആശ്ചര്യം. എന്നാൽ ആ പറഞ്ഞ കഠിനമാകുന്ന വാക്കിനുള്ളിൽ അവർക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണമുള്ള 3 പോംവഴികൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ നിങ്ങളുടെ സഭ നിലനിൽക്കും, നിങ്ങൾക്ക് എൻ്റെ സന്നദ്ധിയിൽ നിന്ന് ദുഷ്കാലങ്ങൾ ഉണ്ടാവുകയില്ല. 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധപൂർവം അനുവർത്തിച്ചിരിക്കണം എന്നുള്ളത് അവരോട് പറയുന്ന ശകാരവാക്കിൽ, കഠിനവാക്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആഴത്തിൽ ആ വേദഭാഗം 2-3 പ്രാവശ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശാന്തമായി വായിക്കുവാൻ തക്കോണമായാൽ അത് നമ്മുടെ കണ്ണിന് മുമ്പിൽ വളരെ പെട്ടെന്ന് തന്നെ വെളിപ്പെട്ടു വരുന്ന ഒന്നാണ്. നിങ്ങളങ്ങനെ ഉപദ്രവിക്കുകയില്ല, നിങ്ങളാകുന്ന നിലവിളക്കിനെ നീക്കിക്കളയുകയില്ല. എന്ത് ചെയ്യണം? ഒന്നാമതായി പറയുകയാണ്, യു ഷുഡ് റിമെമ്പർ, നീ ഓർക്കണം. ആദ്യം പറയുന്നത് അങ്ങനെയാണല്ലോ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ഇത് ഈ സന്ധ്യയിൽ ഈ പരിശുദ്ധ ദേവാലയത്തിലായിരിക്കുന്ന നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഏതോ കാലത്ത് എഫേസൂസിലെ സഭയോട് മാത്രം പറഞ്ഞ ഒരരുളപ്പാട് എന്ന നിലയിൽ തള്ളിക്കളയുവാനല്ല, ഈ കാലത്ത് ജീവിക്കുന്ന നമ്മോടുമുള്ള അരുളപ്പാടാണ് ഇത് എന്ന രീതിയിൽ ഇതിനെ കണക്കിടുകയും ഈ പറയുന്ന ഉപദേശത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നാമാകുന്ന നിലവിളക്കിനെ ധാരാളമായി അനേകർക്ക് പ്രകാശം പരത്തുന്ന രീതിയിൽ, പ്രഭാമയമാകുന്ന രീതിയിൽ അനേകരുടെ മുമ്പിൽ വെളിച്ചം പകരുവാൻ തക്കവണ്ണം ഉജ്ജ്വലിപ്പിച്ച് നിർത്തുവാൻ ഈ ഉപദേശങ്ങളെ സ്വീകരിക്കുവാൻ നമുക്കാകണം. വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണല്ലോ. ഇത് ഒരു നാൾ നടന്ന കഥയല്ല, ഒരു നാൾ നടന്ന സംഭവമല്ല. ഇത് ഒരു നാൾ നടന്നതാണ്, എന്നാൽ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇനി വരും കാലത്തേക്കും ഉള്ളതാണ്. ഈ 3 കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇത് ഒരിക്കലായി നടന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും വരുന്ന കാലത്ത് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുവാൻ തക്കോണമുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ യേശുക്രിസ്തുവിന്റെ അരുളപ്പാടായി പറഞ്ഞിട്ടുള്ള ഏറിയ പങ്ക് കാര്യങ്ങളും ഇതിനോടകം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഒഴിച്ച്, അത് വേറെ ഒന്നുമല്ല, ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ 2ാമത്തെ വരവൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ഓരോ ആരാധനയിലും പറഞ്ഞ, കർത്താവേ നിന്റെ 2ാമത്തെ വരവിനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്കറിയാം കർത്താവ് പറഞ്ഞ വാക്കുകളൊന്നും പാഴ്വചനങ്ങളായി പോയിട്ടില്ല. ഈ പറഞ്ഞതും നിവർത്തിതമായി തീരും. അവൻ 2ാമത് വരും, ന്യായവിസ്താരത്തിനായി കടന്നു വരുമെന്നുള്ള വാക്കും നിവർത്തിതമാകുമെന്നുള്ള ഇളകിപ്പോകാത്ത വിശ്വാസം സഭാമക്കൾക്ക്, വിശ്വാസികൾക്ക് എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ എഫേസൂസിലെ സഭയാകുന്ന നിലവിളക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, തകർന്നു പോകാതിരിക്കുവാൻ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ് എന്ന് അവരോട് പറയുന്നു. നീ ഓർക്കണം. ഇത് കേവലമായ ഒരു ഓർമ്മയിലേക്കല്ല അവരെ ക്ഷണിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയുടെ, പ്രത്യേകിച്ച് പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ, മൂലഭാഷയിൽ ഈ വേദഭാഗം ഇപ്പോൾ പരാമർശിച്ച വാക്ക് വായിക്കുമ്പോഴാണ് അത് തീവ്രമായ ആശയം ഉൾക്കൊള്ളുന്നതാണ്. കേവലം സാധാരണ ഓർമ്മ നിർവഹിക്കണം, നീ ഒന്ന് ഓർത്തുകൊള്ളണം എന്നുള്ള രീതിയിലല്ല ഈ അരുളപ്പാട് അവർക്ക് കൊടുക്കുന്നത്. മറിച്ച് പൂർവകാലങ്ങളെയും അനുഭവിച്ച കൃപാവരങ്ങളെയും നീ ഓർക്കണമെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കേവലമായ ഒരു ഓർമ്മയിലേക്കല്ല ക്രിസ്തു ഈ ജനത്തെ ക്ഷണിക്കുന്നത്, മറിച്ച് ഓർമ്മിക്കണം എന്ന് അർത്ഥമാക്കുന്നത് യു ഷുഡ് റീകളക്ട് ദ പാസ്റ്റ് ഡേയ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. നീ അനുഭവിച്ച കൃപാവരങ്ങളെയും പൂർവകാലങ്ങളെയും മറന്നുപോകാതെ
എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്നാണ് എഫേസൂസിലെ സഭയോട് പറയുന്നത്. എഫേസൂസിലെ സഭയെ സംബന്ധിച്ചിടത്തോളം ഓർക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമായിട്ടല്ല ഈ സ്ഥലത്തിൻ്റെ പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവർക്ക് ഓർക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പൗലോസ് അപ്പോസ്തോലൻ്റെയും അഖുല്യാവിൻ്റെയും അതിനോടൊപ്പം തന്നെ പ്രിസ്കില്ലായുടെയും അപ്പല്ലോസിൻ്റെയും തീമോത്തിയോസിൻ്റെയും അപ്പോസ്തോലനായ യോഹന്നാൻ്റെയും ഒക്കെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ തണലിൽ വളർന്നു വന്ന സഭയാണ് എഫേസൂസിലെ സഭ. അവിചാരിതമായി ഉണ്ടായതല്ല. ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ ദാസന്മാർ ജീവനുള്ള സുവിശേഷം അറിയിച്ച് രൂപപ്പെടുത്തിയ സഭയാണ് എഫേസൂസിലേത്. പൗലോസ് ശ്ലീഹാ തൻ്റെ മിഷണറി യാത്രയിൽ ഏറ്റവും കൂടുതൽ വർഷം താമസിച്ചത് എഫേസൂസിലാണ്. അപ്പോസ്തല പ്രവർത്തികൾ 20-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ രേഖപ്പെടുത്തലുണ്ട്. എഫേസൂസ് വിട്ടുപോകുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തോലന് അതിയായ ദുഃഖം ഉണ്ടായിരുന്നു, ഏറെ ഭാരമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ എഫേസൂസിലെ സഭയോട് യാത്ര പറഞ്ഞ് യെരുശലേമിലേക്ക് പൗലോസ് അപ്പോസ്തോലൻ പോകുന്നതിൻ്റെ വിവരണം വളരെ ഹൃദയസ്പർശിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തോലൻ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ച് നടന്ന എൻ്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല. നിങ്ങളെയും ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന ആട്ടിൻകൂട്ടത്തെയും മുഴുവനായി സൂക്ഷിക്കണം. ഞാൻ പോയതിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ എന്നൊക്കെയുള്ള ഉപദേശം കൊടുത്ത് കരഞ്ഞുകൊണ്ടാണ് എഫേസൂസിൽ നിന്ന് പൗലോസ് അപ്പോസ്തോലൻ യാത്രയാകുന്നത് എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിചാരിതമായി രൂപപ്പെട്ട ഒരു സഭയോടല്ല യേശുക്രിസ്തു ഈ അരുളപ്പാട് നൽകുന്നത്. സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ഒക്കെ ഏറെ കൃപാവരങ്ങൾ പ്രാപിച്ച നല്ല ദിനങ്ങളുടെ സ്മരണ ആവോളമുള്ള ഒരു സഭയാണ് എഫേസൂസിലെ സഭ. അപ്പോൾ അവരാണ് അനുഭവിച്ച കൃപാവരങ്ങളെയും ദൈവം നടത്തിയ വിധങ്ങളെയും പൂർവ്വകാലങ്ങളെയും ഒക്കെ ഒരു മനസാക്ഷി കുത്തമില്ലാതെ മറന്നു കളഞ്ഞത്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, യു ഷുഡ് റിമെമ്പർ. നീ അനുഭവിച്ച കൃപാവരങ്ങൾ ഓർക്കണം, പൂർവ്വകാലങ്ങളെ മറന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. സത്യത്തിൽ എഫേസൂസിലെ സഭയ്ക്ക് മാത്രമല്ല, ഈ കാലത്തിനും സംഭവിച്ച വലിയ അപജയം എന്താണെന്ന് ചോദിച്ചാൽ നീതീകരിക്കപ്പെടുവാൻ ആവതല്ലാത്ത മറവികളാണ്. നീതീകരിക്കപ്പെടുവാൻ ആവതല്ലാത്ത മറവികളാണ് ഈ കാലത്തിൻ്റെയും അതിനോടൊപ്പം തന്നെ എഫേസൂസിലെ സഭയുടെയും അപജയമായി വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിൻ്റെ പ്രത്യേകത എല്ലാവരും വാദിക്കുന്നത് ഞങ്ങൾ സെൽഫ് മെയ്ഡ് ആണെന്നാണ്. പ്രായഭേദമന്യേ ഒരുമാതിരി ജീവിക്കുവാൻ വകയുള്ള സകല മനുഷ്യരും പറയുന്നത് സെൽഫ് മെയ്ഡ് ആണ്. കാരണം ഇന്നിൻ്റെ സൗഭാഗ്യങ്ങളിലേക്കൊക്കെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട്, ഞാൻ പഠിച്ച്, ഞാൻ ഉപജീവനത്തിനായി അത്യധ്വാനം ചെയ്ത്, ഞാൻ എൻ്റെ സമയം മെനക്കെടുത്തി മറ്റാരുടെയും സഹായം സ്വീകരിക്കാതെയാണ് ഇന്നിൻ്റെ നിലയിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പറയുവാൻ സന്നദ്ധരാകുന്ന നിരവധി ആളുകൾ പ്രായഭേദമന്യേ നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അവിടെ ഈ വാക്കുകൾ ഏറെ അർത്ഥപൂർണമായി മാറുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആരെയും ഓർക്കാനില്ല, പ്രത്യേകിച്ച് ആരോടും കടപ്പാടില്ല. ഞാൻ ഇന്നിൻ്റെ നിലയിലേക്ക് വന്നത് എൻ്റെ അധ്വാനമാണ്, എൻ്റെ കഷ്ടപ്പാടാണ്, ഞാനും എൻ്റെ നിഴലും മതി എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ചിന്ത. എന്നാൽ ഇപ്രകാരമുള്ള ഫിലോസഫി നിലനിർത്തുന്ന ആളുകളോട് സ്നേഹപൂർവം വിശുദ്ധ വേദപുസ്തകത്തിന് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, പൂർവ്വകാലങ്ങളെ മറന്നുപോകരുത്. അനുഭവിച്ച കൃപാവരങ്ങളെയും നടത്തപ്പെട്ട വിധങ്ങളെയും മറന്നു പോകരുത്. ഒരു സുപ്രഭാതത്തിൽ ഇന്നിൻ്റെ സൗഭാഗ്യങ്ങളിലേക്ക് നൂലേ കെട്ടി ഇറക്കി വെച്ചതല്ല നിങ്ങളെ ആരെയും. നിങ്ങളുടെ ജീവിതമാകുന്ന ആ അനുഭവത്തിൽ അനേകരുടെ നിഴലുകൾ, അനേകരുടെ തണലുകൾ, അനേകരുടെ കണ്ണുനീരുകൾ, അനേകരുടെ പ്രാർത്ഥനകൾ വീണ് കിടപ്പുണ്ട്. അത് നിങ്ങളുടെ മാതാപിതാക്കളുടേതാകാം, നിങ്ങളുടെ സഹോദരങ്ങളുടേതാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളുടേതാകാം, നിങ്ങളുടെ അയൽപ്പക്കങ്ങളിലുള്ള ആളുകളുടേതാവാം. അവരുടെയൊക്കെ ഒരു കൈ സഹായം അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലുമുള്ള സഹായം നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിർവിശങ്കം സകലതും മറന്നു കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ രൂപപ്പെട്ടു വന്ന ആളാണ് എന്നുള്ള ചിന്തയിൽ മറവി വല്ലാതെ ബാധിച്ച് നന്ദിയില്ലാത്തവരായി മാറുവാൻ തക്കവണ്ണമുള്ള ക്ഷണമല്ല നമ്മുടെ ആരുടേതും എന്ന് പ്രത്യേകമായി ഓർത്തുകൊള്ളണം. ഈ കാലം അപകടകരമാകുന്ന മറവി പുലർത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. സകല കാര്യങ്ങളും വല്ലാതെ മറന്നു പോവുകയാണ്. അമ്മയുടെ ഗർഭപാത്രം വരെ മറന്നു പോകുന്നവരുണ്ട്.
മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ്റെ ഒരു കഥയുണ്ട്. പറുദീസ നഷ്ടമെന്നാണ് അതിൻ്റെ പേര്. അർത്ഥപൂർണമായ ഒരു കഥയാണ്. അതായത് ഗർഭപാത്രത്തിന് ക്യാൻസർ രോഗം ബാധിച്ചൊരു മാതാവ്, അവരുടെ 27 വയസ്സുള്ള ഒത്തിരി തിരക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇവരുടെ രണ്ടുപേരുടെയും കഥയാണ്, ഒരനുഭവമാണ് രേഖപ്പെടുത്തലിലുള്ളത്. ഗർഭപാത്രത്തിന് ക്യാൻസർ ബാധിച്ച മാതാവ് എറണാകുളത്തെ വലിയ മുന്തിയ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവരുടെ ക്യാൻസർ രോഗത്തിൻ്റെ തുടർ ചികിത്സയ്ക്കായി ഈ സ്പെസിമെൻ അന്നത്തെ ദിവസം ആ ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്യുവാനുള്ള സൗകര്യമില്ലാത്തതിനാൽ വെളിയിലുള്ള ഒരു ലാബിലേക്ക് കൊണ്ടുപോകുവാനായി ഈ മകൻ നിയോഗിക്കപ്പെടുകയാണ്. ഈ മകനെ സംബന്ധിച്ച് ഒത്തിരി തിരക്കുള്ള ആളാണ്, തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. മകൻ കൊണ്ടുപോകുവാൻ തക്കവണ്ണം വിധിക്കപ്പെടുകയാണ്. അപ്പോൾ നേഴ്സ് പറഞ്ഞു, ഇന്ന് ഹോസ്പിറ്റലിലെ ലാബ് അവധിയാണ്, വേണമെങ്കിൽ നിങ്ങൾ ഒരു പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ സ്പെസിമെൻ കൊണ്ടുപോകുവാനായി തന്നുവിടാം. ഇത് നിങ്ങൾ അവിടെയുള്ള ലാബിൽ ഏൽപ്പിച്ചാൽ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ബാക്കി കാര്യങ്ങൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് തീരുമാനിക്കാം. അപ്പോൾ ഈ മനുഷ്യൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് പാത്രം വാങ്ങിക്കാൻ. എന്ത് കൊണ്ടുപോകാനാണ്? അമ്മയുടെ ഗർഭപാത്രം കൊണ്ടുപോകാൻ പാത്രം വാങ്ങിക്കുവാൻ ഇറങ്ങിപ്പോവുകയാണ്. ഒത്തിരി തിരക്കുള്ള മകൻ. എറണാകുളത്തെ ആ തിരക്കിൽ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ മുമ്പിൽ ചെന്ന് നിന്നു. ഉള്ളതിൽ 2-3 പാത്രങ്ങൾ ഇഷ്ടപ്പെട്ടു. എന്നാൽ അതിൽ 2 രൂപ വില കുറവുള്ളൊരു പാത്രം ചോദിച്ചു വാങ്ങി. അമ്മയുടെ ഗർഭപാത്രം കൊണ്ടുപോകാനാണെങ്കിലും സമ്പത്താണ് മുഖ്യ കാര്യമായി നിൽക്കുന്നത്. അതുകൊണ്ട് 2 രൂപ കുറവുള്ള പാത്രം ചോദിച്ചു വാങ്ങി. ഈ പാത്രം ചോദിച്ചു വാങ്ങി ഇത് നേഴ്സിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവർ ഒരു പോളിത്തീൻ ബാഗിലിട്ട് അമ്മയുടെ ഗർഭപാത്രം പാത്രത്തിൽ നിക്ഷേപിച്ച് ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം ഇതുമായി യാത്ര ചെയ്യുവാനായി പോവുകയാണ്. ഒരു പ്രൈവറ്റ് ബസ്സിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കടുത്ത മീനച്ചൂടിൽ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും വെട്ടി വിയർത്ത് ഒഴുകുകയാണ്. ആ സമയം തൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാത്രം അദ്ദേഹം തൻ്റെ ഉദരത്തോട് ചേർത്ത് വെച്ചു. അപ്പോൾ വല്ലാത്ത തണുപ്പ് അവിടെ അനുഭവപ്പെടുകയാണ്. തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ തണുപ്പാണ്. അദ്ദേഹത്തെ പല ഓർമ്മകളിലേക്ക് അത് കൊണ്ടുപോയി, പല ഓർമ്മകളിലേക്ക് വഴുതിപ്പോയി. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലേക്ക്, അമ്മ ചോറൂട്ടി വളർത്തിയ ഓർമ്മകളിലേക്ക് ഒക്കെ ഇങ്ങനെ പുറകിലേക്ക് പോവുകയാണ്. കാര്യം ശരീരം മുഴുവൻ വെട്ടി വിയർക്കുമ്പോൾ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ തണുപ്പ് തൻ്റെ ശരീരത്തെ ആകമാനം വല്ലാതെ കുളിരണിയിക്കുന്നു. അതുകൊണ്ട് പഴയ ഓർമ്മകളിലേക്കൊക്കെ അദ്ദേഹം കടന്നുപോയി. അല്പനേരം ചെന്നപ്പോൾ എറണാകുളത്ത് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ ജാഥ നടക്കുകയാണ്. അതുകൊണ്ട് ബസ് ഒച്ചിടയുന്ന വേഗത്തിൽ ആയി. അദ്ദേഹം വല്ലാതെ വീണ്ടും വീണ്ടും വെട്ടി വിയർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബസ് സൈഡിലേക്ക് ഒതുക്കിയിട്ട് പറഞ്ഞു, ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷം മാത്രമേ ബസ് മുന്നോട്ട് പോവുകയുള്ളൂ. ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കുവാൻ കൊണ്ടുണ്ടെങ്കിൽ ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം, നമുക്കറിയാം, KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് നമ്മൾ അവിടെ വെച്ച് അടയാളമായി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. സ്വാഭാവികമായി മലയാളിയുടെ ഒരു ശീലം അങ്ങനെയാണ്. അത് ചിലപ്പോൾ ടവലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പർ ആകാം. കയ്യിലുള്ള വിലപിടിപ്പില്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ അവിടെ അടയാളം വെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ മനുഷ്യൻ അടയാളം വെച്ചിട്ട് പോകുവാൻ ഒന്നുമില്ല. കയ്യിലിരിക്കുന്ന അമ്മയുടെ ഗർഭപാത്രം അവിടെ സീറ്റിൽ അടയാളമായി വെക്കുവാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല. മടിച്ച് സീറ്റിനെയും തിരികെ വരുമ്പോൾ കിട്ടുകയില്ല എന്നുള്ള ചിന്തയിൽ ഒരു നഷ്ടബോധ്യത്തോടെ പടിയിറങ്ങി അദ്ദേഹം ഹോട്ടലിലേക്ക് ചെന്നു. നല്ല തിരക്കുള്ള ഹോട്ടലാണ്. ആ തിരക്കുള്ള ഹോട്ടലിൽ എവിടെയോ തപ്പിപ്പിടിച്ച് ഒരു ഇടം ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണം ഉണ്ടാക്കി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള ഈ അമ്മയുടെ ഗർഭപാത്രം അവിടെ വെക്കുകയും ചെയ്തു. അതിനുശേഷം വളരെ വേഗം അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവനും കിടക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ റിസൾട്ട് ലഭിച്ചതിന് ശേഷം അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ തനിക്ക് ജോലി കാര്യങ്ങൾക്കായി തിരികെ പോകണം. ഒരു ദിവസം പോലും വെറുതെ കളയുവാൻ തക്കവണ്ണം ഇല്ല. ഈ മനുഷ്യൻ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്ന് വളരെ വേഗം ഈ ഭക്ഷണം കഴിച്ചകത്താക്കിയതിന് ശേഷം ഇറങ്ങി ഓടുകയാണ്. ഇനി ബസ്സിൽ വേണ്ട, അല്ലാതെ തന്നെ ഓടി ലാബിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുകയാണ്. ലാബിൻ്റെ അരികിലെത്തുമ്പോൾ കാൽവിരലിൽ നിന്ന് വല്ലാത്തൊരു പെരുപ്പ് അനുഭവപ്പെടുകയാണ്. നിന്ന് വിറങ്ങലിച്ച് പോവുകയാണ്. നിന്ന് വിറങ്ങലിച്ച് വല്ലാതെ നിൽക്കുകയാണ്. കാരണം അതുവരെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഗർഭപാത്രം കയ്യിൽ ഇല്ല. വല്ലാതെ വിഷമിച്ച് വിഷണ്ണനായി നിൽക്കുകയാണ്. തിരികെ വീണ്ടും അതിനേക്കാൾ വലിയ വേഗതയിൽ ഓടി തിരികെ ഹോട്ടലിലേക്ക് വന്നു. അവിടെ അപ്പോൾ ഒരു ബംഗാളി പയ്യനാണ് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളതും ഇവരൊക്കെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കളമശ്ശേരിയിലൊക്കെ കണ്ടത് അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ഒരു ബംഗാളി പയ്യനാണ്. അവൻ ചോദിച്ചു, സാർ എന്താണ് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, പാത്രമാണ്, ഗർഭപാത്രം എന്ന് പറയുവാൻ നാണക്കേടാണ്, പാത്രമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, സാർ ഇവിടെ പാത്രമൊന്നുമില്ല, ഇനി നല്ല പാത്രം വല്ലതുമാണെങ്കിൽ കയ്യിൽ കിട്ടിയവരത് കൊണ്ടുപോയി കാണും എന്ന് പറഞ്ഞു.
ഈ മനുഷ്യൻ അവിടെ നിന്ന് വല്ലാതെ വിറങ്ങലിച്ചതിന് ശേഷം ചിന്തിക്കുകയാണ്, പറുദീസ നഷ്ടമാണ്, പറുദീസ നഷ്ടമാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അപ്രധാനമെന്ന് കരുതുന്ന പലതിനെയും പ്രാധാന്യമുള്ളതായി കാണുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് നഷ്ടമായി പോകുന്നത് പറുദീസയാണ്. അത് മരണം കാത്തു കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട വൃദ്ധ മാതാപിതാക്കളുടെ അരികിലുള്ള ഒരു സമയത്തെ ഇരിപ്പാകാം നിങ്ങളുടെ തിരക്കുകൾ നിമിത്തമായി നഷ്ടപ്പെട്ടു പോകുന്നത്. വളരെ ബാല്യകാലത്തിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കളിതമാശകൾ കാണുവാൻ തക്കവണ്ണമുള്ള സാവകാശമാകാം നഷ്ടമായി പോകുന്നത്. അല്ലെങ്കിൽ രാവിലെ മുതൽ സന്ധ്യ വരെയും അടുപ്പിനരികിൽ നിന്ന് എരിഞ്ഞെരിഞ്ഞ് തീരുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണമുള്ള സമയമാകാം നിങ്ങളുടെ തിരക്കുകൾ നിമിത്തം ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാതെ മറവി ബാധിച്ച്, വല്ലാതെ തിരക്ക് ബാധിച്ച് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ തിരക്കുള്ളവരെ, ഇങ്ങനെ മറവിയുള്ളവരെ യേശുക്രിസ്തു പോലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കി. ഒരാൾ തിരികെ വന്നു. യേശു ചോദിച്ച ചോദ്യം എന്താണ്? യേശു ചോദിച്ച ചോദ്യം സുഖമാണോ എന്നല്ല. യേശു ചോദിച്ചത് ഇങ്ങനെയാണ്, ബാക്കി 9 പേര് എവിടെയാണ്? ബാക്കി 9 പേര് എവിടെയാണ്? നടത്തപ്പെട്ട വിധങ്ങളെ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നവരെ ക്രിസ്തു പോലും ഉൾക്കൊണ്ടില്ല. യേശു ക്രിസ്തു ബാക്കി എല്ലാവരെയും ഉൾക്കൊണ്ടതാണ്, ഇരു കൈയും ചേർത്ത് തൻ്റെ മാറോട് ചേർത്തതാണ്. പക്ഷേ നടത്തപ്പെട്ട വിധങ്ങളെ, അനുഭവിച്ച കൃപകളെ, ലഭിച്ച ദാനങ്ങളെ വളരെ വേഗം മറന്നു പോകുന്ന നന്ദിയില്ലാത്തവരെ യേശു ക്രിസ്തു പോലും ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് തിരുവചനം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന വലിയ സത്യം എന്ന് പറയുന്നത്. മറന്നവരല്ല, മറവി നടിച്ചവരാണ് ഒരിക്കലും ഒന്നും ഓർക്കാതെ ഇരിക്കുന്നത്. ഇവിടെ ആയിരിക്കുമ്പോൾ അനുഭവിച്ച കൃപാവരങ്ങളെ ഓർക്കുവാൻ തക്കവണ്ണമാകണം. കരുണയില്ലാതെ അവയെ മറന്നു കളയുവാൻ ഇടയാകരുത്. പഴയ നിയമത്തിൽ ആവർത്തിച്ച് യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് ഓർമ്മിക്കണം എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം, നിന്റെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കുകയും വേണം. ഈ അവകൾ ഏതാണെന്ന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, എങ്ങനെയാണ് ചെങ്കടലിൻ്റെ മുമ്പിൽ തളർന്നു നിന്നപ്പോൾ ദൈവം വഴി കാണിച്ചു തന്നത്, എങ്ങനെയാണ് വിശന്നു വലഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങൾക്കായി മന്ന പൊഴിച്ചു തന്നത്, എങ്ങനെയാണ് ദാഹിച്ചപ്പോൾ കുടിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വെള്ളം നൽകിയത്. ഇവയൊന്നും മറന്നു പോകരുത് എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുകയും വേണമെന്നാണ് യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ മക്കളോട് അവരുടെ നീണ്ട യാത്രക്കിടയിൽ പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേലേ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും സൂക്ഷിച്ചു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക്, മാതാവായ സാറായിലേക്ക് നിങ്ങൾ നോക്കുക. വന്ന വഴികൾ ചേലില്ലാതെ മറന്നു കളയുന്നത് യഥാർത്ഥത്തിൽ യഹോവയാകുന്ന ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അധ്യാത്മരാമായണം കിളിപ്പാട്ടില് കിഷ്കിന്ധാകാണ്ഡത്തിൽ എഴുത്തച്ഛൻ വളരെ സുന്ദരമായ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, രാമനും സുഗ്രീവനും തമ്മിൽ സഖ്യമുണ്ടാക്കി. അത് വേറെ ഒന്നുമല്ല, ബാലിയെ കൊന്നുകളയുക. കാര്യം സുഗ്രീവന് രാജപദവി ലഭിക്കണം, അതിനുവേണ്ടി ബാലിയെ കൊന്നുകളയുക. രാമൻ ബാലിയുടെ വധം ചെയ്തു, നിർവഹിച്ചു. അതിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ വേറെ വിഷയമാണ്. ബാലിയെ കൊന്നുകളഞ്ഞു. അപ്പോൾ സുഗ്രീവൻ രാജപദവിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ, രാമനും സുഗ്രീവനും തമ്മിൽ. അത് വേറെ ഒന്നുമല്ല, സീതാന്വേഷണത്തിന് നീ എന്നെ സഹായിക്കണം. നീ ഉയരുമ്പോൾ സീതാന്വേഷണത്തിന് എന്നെ സഹായിക്കണം. ചുരുക്കി പറഞ്ഞാൽ നീ എന്നോട് നന്ദിയുള്ളവനായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ കണ്ടീഷൻ. എന്നാൽ സുഗ്രീവൻ രാജപദവിയൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ രാജപദവിയുടെ പകിട്ടിൽ താൻ ഏറ്റതാകുന്ന പ്രതിജ്ഞയും താൻ വിശ്വസിച്ച് പറഞ്ഞതാകുന്ന കാര്യങ്ങളും എല്ലാം മറന്നുപോയി. രാജപദവിയുടെ ആഡംബരത്തിൽ ഇങ്ങനെ കഴിയുകയാണ്. ആ മനുഷ്യനോട് ഹനുമാൻ വന്ന് പറയുന്ന 2 വചനങ്ങൾ എഴുത്തച്ഛൻ വളരെ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഇതെപ്പോഴും ജീവിതത്തിൽ ഓർമ്മയിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതയാത്രയിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ ചേർന്ന് നിന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. ആരും
ഇന്നിൻ്റെ സൗഭാഗ്യങ്ങളിലേക്കും ഇന്നിൻ്റെ ആരോഗ്യത്തിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് വന്നു വീണതൊന്നുമല്ല. നിരവധി പേരുടെ ഉറക്കമിളപ്പുകൾ, നിരവധി പേരുടെ കഷ്ടപ്പാടുകൾ, നിരവധി പേരുടെ കണ്ണുനീരുകൾ ഒക്കെ നിഴലുപോലെ നമ്മുടെ മേൽ വീണ് കിടപ്പുണ്ട്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഇത് പ്രമാണമായി, അടിസ്ഥാനപരമായ പ്രമാണമായി ഹൃദയപലകളിൽ എഴുതുവാൻ തക്കവണ്ണം നമുക്കാകേണ്ടത് അനിവാര്യം തന്നെയാണ്. എഫേസൂസിലെ സഭ നടത്തപ്പെട്ട വിധങ്ങളെല്ലാം വല്ലാതെ മറന്നുപോയി. പ്രതിഭാധനരായ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ദാസന്മാരും അവരോട് ജീവനുള്ള സുവിശേഷം അറിയിച്ചു. എന്നാൽ ആ സുവിശേഷത്തിൻ്റെ അനുഭവത്തെ അവർ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ വരും, നീയാകുന്ന നിലവിളക്കിനെ നീക്കിക്കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം പല സ്ഥലങ്ങളിലായി പലയിടങ്ങളിലായി കേൾക്കുന്നവരെ നമ്മുടെ ഹൃദയപലകളിൽ എഴുതുവാൻ തക്കവണ്ണം സാധിക്കണം. ദൈവമേ, നടത്തപ്പെട്ട വിധങ്ങളെ, ജീവിതത്തിൽ എത്ര ഉയർന്നാലും നടത്തപ്പെട്ട വിധങ്ങളെ മറന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകരുതേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. രണ്ടാമതായി, എന്തിനാണ് ഈ മനുഷ്യരെ, പ്രത്യേകിച്ച് എഫേസൂസിലെ സഭയെ നീക്കിക്കളയും എന്ന് പറയുമ്പോൾ, നീക്കിക്കളയാതിരിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ രണ്ടാമതായി ഉണ്ടാകേണ്ടുന്ന മാറ്റമായി അവർക്ക് കൊടുക്കുന്ന കഠിനമായ അരുളപ്പാടിനുള്ളിൽ എന്താണ് യേശുക്രിസ്തു ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? രണ്ടാമതായി അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, യു ഷുഡ് റിപ്പന്റ്. നീ അനുതപിക്കണം, നീ അനുതപിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി അവരോട് പറയുവാൻ തക്കവണ്ണമുള്ളത്. ആ വാക്യം ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു കുറവ് പറയുവാൻ തക്കവണ്ണമുണ്ട്, അത് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സവിസ്തരമൊന്നും പറയുന്നില്ല. ഇത്രയും പ്രത്യേകതയുള്ള സഭ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇപ്രകാരം യേശുക്രിസ്തുവിൻ്റെ ദൃഷ്ടിയിൽ കൊള്ളരുതാത്തവരായി ഭവിച്ചത്? ഒറ്റ കാര്യേ പറയുന്നുള്ളൂ, അതിങ്ങനെയാണ്, നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അത് മാത്രമാണ് പറയുവാൻ തക്കവണ്ണം ഉള്ളത്. നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കണം, മാനസാന്തരപ്പെടണം. യു ഷുഡ് റിപ്പന്റ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടണം, അനുതപിക്കണം. അപ്പോൾ എന്തിനെ ഓർത്താണ് അനുതപിക്കേണ്ടത്? നിന്റെ ആദ്യ സ്നേഹത്തെ നീ വിട്ടുകളഞ്ഞതുകൊണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതാദ്യമാണ്. അതായത് വിവിധ തരത്തിലുള്ള പാപങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തലുണ്ട്. ഏറ്റവും വലിയ പാപമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വ്യഭിചാരമാണല്ലോ, അഡൾട്ടറിയാണ്. വ്യഭിചാരി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ്. ഏറ്റവും വലിയ പാപം വ്യഭിചാരമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പാപങ്ങളുണ്ട്. കള്ളത്തരങ്ങൾ പറയൽ, അശുദ്ധത വിചാരിക്കൽ, വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും ഒക്കെയുള്ള പലതരം പാപങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അനുതപിക്കണമെന്ന് പറഞ്ഞത് ഈ കാര്യങ്ങൾക്കൊന്നും അല്ല. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അതായത് സ്നേഹരാഹിത്യത്തെ പാപമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. സ്നേഹമില്ലാത്തത് പാപമാണ്, സ്നേഹമില്ലാത്തത് പാപമെന്ന് യേശുക്രിസ്തു വളരെ ഭംഗിയായി ഈ വാക്കിൽ കൂടി ചിത്രീകരിച്ചിരിക്കുന്നു. എഫേസൂസിലെ സഭയിൽ നിന്നും നമ്മിൽ നിന്നും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിർമ്മലമാകുന്ന സ്നേഹത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കുക എന്നുള്ളത്. ഒരു വീഴ്ചയിൽ ഉടഞ്ഞു പോകാവുന്ന ചില്ലുപാത്രമാണ് നമ്മുടെ ജീവിതം. ഒരു വീഴ്ചയിൽ ഉടഞ്ഞു പോകാവുന്ന ചില്ലുപാത്രമാണ്. ദാവീദ് അതുകൊണ്ടാണല്ലോ പറയുന്നത്, there is only one feet between me and death. ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേ ഉള്ളൂ. അടുത്ത കാലെടുത്ത് വെക്കുന്നത് ജീവനിലേക്കാണോ മരണത്തിലേക്കാണോ എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കൂ? ഇല്ല. മരണം നിഴല് പോലെ കൂടെ നടക്കുകയാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ സംസ്കാര ശുശ്രൂഷയുടെ 2-ാം ദശമശതായുടെ ബോവൂസോ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, പിന്നാലെ വന്നോൻ ദൂതൻ വീണാനൻ മീതെ വേഗം, ഞാനറിയാതെ എന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയേൻ. എന്നാലോചിച്ച് നോക്കി, എത്ര സുന്ദരമായിട്ടാണ് സുറിയാനി പിതാക്കന്മാർ അവതരിപ്പിച്ചത്. ഓരോ മനുഷ്യനോടും കൂടെ മൃതിദൂതൻ നിഴല് പോലെ കൂടെ നടക്കുന്നുണ്ടെന്നാണ് അവിടെ പറഞ്ഞു വെച്ചത്. പിന്നാലെ വന്നോൻ ദൂതൻ വീണാനൻ മീതെ വേഗം. കണ്ണിമയ്ക്കുന്ന സമയം കൊണ്ട് ആ മൃതിദൂതൻ എൻ്റെ മേലേക്ക് ചാടി വീണു, ഞാൻ അറിയാതെ എന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയേൻ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അറിഞ്ഞാണ് ഈ ലോകത്തിലെ സകല കാര്യങ്ങളും നടക്കുന്നതെന്നാണ്. ഞാൻ അറിയാതെ എന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയേൻ. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, മരിച്ചാൾ പറയുന്നതാണല്ലോ ഈ ആരാധന മുഴുവനും, നമ്മൾ തിരക്കിലായതുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല. മരിച്ചാൾ പറയുകയാണ്, ഞാൻ ഉടനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്?
ബാന്ധവരെ കാണാൻ അല്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചേൻ. എൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അവരെ കാണാൻ യാത്ര ചോദിക്കാൻ എന്നെ അനുവദിക്കണം. നമ്മുടെ ആരാധനയിലുള്ളതാണ്. ഉടനെ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? കേട്ടില്ലൻ വാക്യം ദൂതൻ. ഞാൻ പറഞ്ഞത് ദൂതൻ കേട്ടില്ല എന്നുള്ളത് മാത്രമല്ല, വാങ്ങിച്ചില്ലൻ കൈക്കൂലി. കേൾക്കാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കൈക്കൂലി കൊടുക്കാം, അവരെ എല്ലാം കണ്ടിട്ട് വരാനുള്ളൊരു സാവകാശം എന്താ? ഉടനെ പറയുന്നത് എന്താണ്? വാങ്ങിച്ചില്ലൻ കൈക്കൂലി. ഞാൻ പറഞ്ഞത് കേട്ടുമില്ല, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ കൈക്കൂലി വാങ്ങിച്ചതുമില്ല. പിന്നീട് മൂന്നാമത്തെ ദശമശിത്താലാണ് പറഞ്ഞത്, വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകരസിംഹാസന സവിധം പോകുന്നേൻ എൻ്റെ ചെയ്തികൾ അറിയിപ്പാൻ. കടന്നു പോകുന്ന മനുഷ്യർ ഒത്തിരി കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മറന്നു പോകുവാൻ്റെ കോണം ഇടയായിത്തീരുന്നത്. അപ്പോൾ വളരെ വേഗം ഉടഞ്ഞു പോകാവുന്നൊരു പാത്രമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളരെ വേഗം ഉടഞ്ഞു പോകാവുന്ന പാത്രമാകുന്ന ഈ ജീവിതത്തിൽ ആവോളം സ്നേഹിപ്പാൻ തക്കവണ്ണം നമുക്കാകണം. ഞാൻ നേരത്തെ പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി പാപങ്ങൾ ഇന്നതിന്നെന്ന് രേഖപ്പെടുത്തലുണ്ട്. പലതരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്തവരുടെ, അധർമ്മം ചെയ്തവരുടെയൊക്കെ വിവരണങ്ങളുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ പറയുന്നു, സ്നേഹരാഹിത്യമാണ് പാപം. നിന്നെപ്പറ്റി ഒരു കുറവ് എനിക്ക് പറയാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ വീണുപോയിരിക്കുന്നു. അത് ജീവിത പങ്കാളിയോടുള്ള സ്നേഹമാകാം, മക്കളോടുള്ള സ്നേഹമാകാം, സഹോദരങ്ങളോടുള്ള സ്നേഹമാകാം, സഹജീവികളോടുള്ള സ്നേഹമാകാം, അയൽപക്കങ്ങളോടുള്ള സ്നേഹമാകാം, നിങ്ങളുടെ ഇടവക ബന്ധത്തിൽ നിങ്ങൾ അനുദിനം കാണുന്ന ആളുകളോടുള്ള സ്നേഹമാകാം. ഇതിലൊക്കെ കുറവുകൾ സംഭവിച്ചാൽ അത് മരണകരമായ പാപം എന്നുള്ള രീതിയിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞു, നീയാകുന്ന നിലവിളക്ക് നീക്കിക്കളയും. ഒറ്റ കാര്യമേ ഉള്ളൂ കുഴപ്പം, ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. സ്നേഹത്തിന് 3 ഏകകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സ്നേഹം എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നത്? 3 കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. 1 ഭാഷയാണ്. സ്നേഹം പ്രകടിപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം ഭാഷയാണ്. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ പറ്റണം, പ്രോത്സാഹിപ്പിക്കാൻ പറ്റണം. കള്ളിമുള്ളിച്ചെടി പോലും പൂക്കുന്ന ഈ കാലത്ത് പൂക്കാത്ത മനുഷ്യരുണ്ട്. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ നാവ് പൊങ്ങാത്തവരുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബലഹീനത വന്നാൽ 100ആയി 200ആയി 1000ആയി പലയിടങ്ങളിൽ പറയുവാൻ 1000 നാവുകളുള്ള മനുഷ്യരുണ്ട്. ഇതാണ് ഈ കാലത്തിന്റെ വലിയ കുഴപ്പം എന്ന് പറയുന്നത്. ഹൃദയം തണുപ്പിക്കുന്ന സംഭാഷണങ്ങൾ ഉണ്ടാകണം. മനുഷ്യൻ മരുഭൂമിയായി മാറ്റപ്പെട്ട് പോകരുത്. ഈ കാലത്തിന്റെ വലിയ ബലഹീനത അതാണ്. മരുഭൂമിയായി പോകുന്ന മനുഷ്യരല്ല, നനവുള്ളവരായി മാറുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നനവുള്ള ഇടങ്ങളിൽ നിന്നാണ് പുതിയ നാമ്പുകൾ കിളിർത്തു വരുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ ജീവിതം വളരെ മനോഹരമാണ്. കൊഴിഞ്ഞു പോകുന്ന ദിവസം, മണിക്കൂറുകൾ, കൊഴിഞ്ഞു പോകുന്ന ഓരോ മിനിറ്റും തിരികെ പിടിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ആവോളം സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ വൈരനിരാധന ബുദ്ധിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഇരുന്ന് ഒരു കൂരയ്ക്ക് കീഴിൽ സഹശയനം നടത്തുന്ന ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ സന്ധ്യകൾ, രാത്രികൾ, ദിവസങ്ങൾ കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളണം, ഇവിടെ നിന്ന് യാത്രയായതിനു ശേഷം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നുള്ള പാട്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ആയിരിക്കുമ്പോൾ സ്നേഹിപ്പാനാവണം, ഇവിടെ ആയിരിക്കുമ്പോൾ പരസ്പരം കരുതാനാവണം, ഇവിടെ ആയിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷകൾ പറയാനാവണം. യേശുക്രിസ്തുവിനോടുകൂടെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം മനുഷ്യർ ചേർന്ന് നിന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. വിശുദ്ധ ലൂക്കോസ് ആണത് പറയുന്നത്. അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകളിൽ അനേകർ അതിശയിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അവനോട് കൂടെ നിന്നു. സമൂഹത്തിലെ ശീമോനെ പോലെ ഉന്നതരായ പരീശന്മാർ യേശുവിനോട് ചേർന്ന് നിന്നു. തരം താഴ്ത്തപ്പെട്ട മനുഷ്യർ യേശുവിനോട് ചേർന്ന് നിന്നു. വലിയ വിദ്യാഭ്യാസമില്ലാത്ത കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ അവൻ്റെ മാറിനോട് ചേർന്ന് നിന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, വായിൽ നിന്ന് വന്ന ഭാഷയുടെ മഹത്വമാണ്. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, അന്ത്യന്യായവിധിയിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കണ്ട കാലം അത്രയും ഈ ലോകത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവർ മറന്നു പോകുന്നൊരു കാര്യം, ന്യായവിധിയെങ്കിലുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ തന്നെ യേശുക്രിസ്തു പറഞ്ഞിട്ടാണ് പോയത്. അതായത് ആ വലിയ പരീക്ഷ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കിയിട്ടാണ് ക്രിസ്തു യാത്രയായതെന്നർത്ഥം. യേശു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു കാര്യം ഉദാഹരണമായി പറയാം. നിന്റെ വാക്കുകളാൽ
നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. യേശു പറഞ്ഞതാണ്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വായിലെ വചനങ്ങളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ന്യായവിധിയുടെ ഒരളവുകോൽ എന്താ? വായിൽ നിന്ന് വരുന്ന ഭാഷണങ്ങളാണ്, വാക്കുകളാണ്. വാക്ക് മഹിമയുള്ളതും ചേലുള്ളതും ആയിത്തീരണം. അതുകൊണ്ടാണ് വളരെ ബാല്യകാലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിൽ പോയിരുന്നപ്പോൾ അവിടെ ഈശ്വര പ്രാർത്ഥനയായി ചൊല്ലിയ 2 വരികൾ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. നല്ല വാക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബജീവിതത്തിലായിരിക്കുന്നവരും അതിന് വെളിയിലുള്ളവരും ഇടവക ബന്ധത്തിലായിരിക്കുന്നവരുമൊക്കെ നമ്മളുടെ വാക്കുകളുടെ സുഗന്ധമേറ്റ് അനേകം മനുഷ്യർക്ക് പൂക്കുവാനും തളിർക്കുവാനും ഒക്കെ പറ്റണം. മുരടിപ്പിച്ച് കളയരുത്. നമ്മുടെ വാക്കുകളുടെ സുഗന്ധമേറ്റ് അനേകർക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കണം. സ്നേഹം അളക്കുന്ന ഒരേകം ഭാഷയാണ്. നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, സ്നേഹമുള്ള ഭാഷ പറയാനാവുന്നുണ്ടോ? 2, സ്നേഹം അളക്കുന്ന രണ്ടാമത്തെ ഏകം എന്ന് പറയുന്നത് ശരീരഭാഷയാണ്. ശരീരഭാഷയാണ്. നമ്മൾ ഓരോ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ചില മനുഷ്യരുടെ അടുത്ത് നിൽക്കാൻ നമുക്ക് തോന്നുകയില്ല. കാര്യം ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിലിങ്ങനെ തോണ്ടിക്കൊണ്ട് തല താഴ്ത്തി നിന്ന് ഇങ്ങനെ നാം സംസാരിക്കുകയാണ്. വേണമെങ്കിൽ പറഞ്ഞിട്ട് പൊക്കോളൂ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും കയറി വരുമ്പോൾ ചാരുകസേരയിലൊക്കെ ചാരിക്കിടന്ന് ഇങ്ങനെ ചെവിയിൽ ഫോൺ വെച്ച് നമ്മളിങ്ങനെ വല്ലാതെ സംസാരിക്കാണ്ട് കൈകൊണ്ടാണ് ആംഗ്യം ഇരിക്കാൻ. ഇതാണ് എത്ര ശ്രേഷ്ഠമാകുന്ന പാരമ്പര്യമുള്ളൊരു ഭാരതഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. വീട്ടിൽ അതിഥി വരുമ്പോൾ വീടിൻ്റെ പടിയുടെ അരികിൽ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കാല് കഴുകിയാണ് അകത്തേക്ക് കയറ്റുന്നത്. അതിഥി ദേവോ ഭവ എന്നാണ് ചൊല്ലുന്നത്. അതിഥിയെ ദേവനായി കണ്ട് ആദരിക്കുന്ന പാരമ്പര്യം ഉള്ളിടത്താണ് ഈ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് വലിയ കുഴപ്പമെന്ന് പറയുന്നത്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ശരീരഭാഷ കൊണ്ട് സ്നേഹിക്കുവാൻ തക്കവണ്ണം ആകണം. മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കാനാവണം. അപരൻ്റെ സാന്നിധ്യം വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, ഒരാൾ ഇവിടെ ഇരുന്ന് നിർത്താതെ ചുമക്കുകയാണെന്ന് വെക്കുക. നിർത്താതെ ചുമക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്നവരൊക്കെ 2 സെക്കൻഡൊക്കെ അടുത്തിരിക്കും. അതിനുശേഷം തൊട്ടപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ മാറാൻ തുടങ്ങും. പിന്നെ ബാക്കിയുള്ള മനുഷ്യർ മുഴുവനും സൂക്ഷിച്ച് നോട്ടമാണ്. അപരൻ്റെ സാന്നിധ്യം ഭയപ്പാടോടെ കാണുന്നൊരു കാലഘട്ടത്തിൽ ചിലപ്പോൾ വല്ലാതെ, ഇനി ഒമിക്രോൺ കൂടി ഭീതിതമാകുന്ന രീതിയിൽ വർദ്ധിച്ചാൽ വല്ലാതെ മനുഷ്യൻ്റെ ഹൃദയ അലിവ് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് ഇനിയുള്ള കാലത്ത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം സ്വതന്ത്രമായി വിട്ട കാലത്ത് മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കാർ ടു കാർപ്പറ്റാണ്. വീട്ടിൽ നിന്ന് കാറേ കയറുന്നു, പള്ളിയുടെ കാർപ്പറ്റേ വന്നിറങ്ങുന്നു. കാർപ്പറ്റേയും തിരിച്ച് കാറേ കയറുന്നു, വീട്ടിലെ കാർപ്പറ്റേ പോയി ഇറങ്ങുന്നു. ഇതാണ് ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത്. ശരീരഭാഷ കൊണ്ട് അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ തക്കവണ്ണം ആകണം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ലോകം മുഴുവനും വിജയിച്ചത് എങ്ങനെയാണ്? വളരെ എളുപ്പമാണ്. അവർ വിജയിച്ചത് അവരുടെ ശരീരഭാഷ കൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോയ ഇടങ്ങളിലൊക്കെ അവരുടെ സാന്നിധ്യം ഹീലിംഗ് പ്രസൻസ് ആയിരുന്നു. അവരുടെ സാന്നിധ്യം ആശ്വാസദായകമായിരുന്നു. അവരുടെ വാക്കുകൾ ആശ്വാസദായകമായിരുന്നു. അവരുടെ ജീവിതം ആശ്വാസദായകമായിരുന്നു. നമുക്ക് അനേകർക്ക് ആശ്വാസം പരത്തുന്ന സാന്നിധ്യങ്ങളായി മാറുവാൻ നമ്മുടെ ശരീരഭാഷ കൊണ്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരു നോട്ടം പോലും ഒരു മനുഷ്യനെയും മുറിപ്പെടുത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു നോട്ടം പോലും ഒരു മനുഷ്യനെയും മുറിപ്പെടുത്തിയില്ല. എന്തുമാത്രം അധർമ്മം ചെയ്ത ആളുകൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. അവരെ മനസാക്ഷിയെ കീറി മുറിക്കുന്ന ഒരു കാര്യങ്ങളും ക്രിസ്തു പറഞ്ഞില്ല. പരീശന്മാരെന്ന് നടിച്ച് ഞങ്ങൾ വിശുദ്ധരാണെന്ന് പറഞ്ഞവരെയാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ കളിയാക്കിയതും പരിഹസിച്ചതും ഒക്കെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. ബാക്കിയുള്ള ആളുകളെയെല്ലാം വ്യഭിചാരികളുണ്ട്, തള്ളപ്പെട്ടവരുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരുണ്ട്, മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ച് ജീവിക്കുന്നവരുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും ക്രിസ്തു അവരെ മുറിപ്പെടുത്തിയില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും പറഞ്ഞ എന്താണ്? ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല, വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് യേശുക്രിസ്തു യാത്രയാകും. നമ്മുടെ സാന്നിധ്യം, ശരീരഭാഷ സ്നേഹമുള്ളതായി തീരുവാനിടയാകും. മൂന്നാമതായി, സ്നേഹം അളക്കുന്ന ഒരു ഏകകം എന്ന് പറയുന്നത് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളേറ്റ മുറിവുകൾ എത്രയാണ്? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളേറ്റ മുറിവുകൾ എത്രയാണ്? 10, 30, 40, 50 വർഷമൊക്കെ ദാമ്പത്യ ജീവിതത്തിലായവരൊക്കെ
ഇവിടെ ഇരിപ്പുണ്ടാകുമല്ലോ. അവരവർ പരസ്പരം ഈ രാത്രിയിൽ ചോദിക്കേണ്ട ചോദ്യമാണ്: എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ ഏറ്റ മുറിവുകൾ, ഉറക്കമിളപ്പുകൾ, അവരോട് കൂടെ കൈപിടിച്ച് യാത്ര ചെയ്ത ദൂരം, ചേർന്ന് നിന്ന് ചെയ്തു കൊടുത്ത സഹായങ്ങൾ എത്രയാണ്? പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹിച്ച നൊമ്പരങ്ങൾ എത്രയാണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സ്നേഹം വിചിന്തനം ചെയ്യപ്പെടുന്നത്. അത് പറയരുത് അവർക്ക് വേണ്ടി അധ്വാനിച്ചു, ബാങ്കിൽ ബാലൻസ് ഉണ്ടായി കൊടുത്തു, 3 നേരത്തിന് 4 നേരം 5 നേരം കഴിക്കാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ സ്നേഹമുള്ള ഭർത്താവല്ലേ ഭാര്യയല്ലേ എന്ന് ചോദിക്കരുത്. ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്: അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ കൈപിടിച്ച് നിന്ന സമയം എത്ര? ജീവിതത്തിൻ്റെ വേദനകളിൽ ആശ്വാസം പകരുവാൻ ചേർന്ന് നിന്ന ചിലവിട്ട സമയം എത്ര? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കളിതമാശകൾ കേൾക്കുവാൻ, അത് മറന്നു പോകരുതാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സായന്തനങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ കേൾക്കണമെങ്കിൽ അവർക്ക് കഥ പറയുവാനുള്ള സമയങ്ങളിൽ അവരെ കേൾക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യഥകളിൽ അവർ നിങ്ങളെ ഒരുപക്ഷെ കേട്ടു എന്ന് വരികയില്ല. അപ്പോൾ 3ാമത് സ്നേഹം അളക്കുവാൻ തക്കവണ്ണമുള്ള ഏകകം ഇതാണ്: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ സഹിച്ച സങ്കടങ്ങൾ, സഹനങ്ങൾ, മുറിവുകൾ എത്രയാണ്? അതിനോടൊപ്പം ഒരു ചോദ്യമോടെ ചോദിക്കണം: എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ സഹിച്ച സങ്കടങ്ങൾ എത്രയാണ്? പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ ദീർഘമായി യേശുവിന് വേണ്ടി സഹിച്ച സങ്കടങ്ങളുടെ വലിയ പട്ടികയുണ്ട്. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് വായിച്ചിട്ട് കിടക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്: ചില രാത്രികളിൽ ഞാൻ നദിയിൽ നിന്നു, ചിലപ്പോൾ കള്ളന്മാരാലുള്ള ആപത്ത് സഹിച്ചു, സ്വജനങ്ങളാലുള്ള ആപത്ത് സഹിച്ചു, ഒന്നുകുറെ 40 അടി പല പ്രാവശ്യം കൊണ്ടു. ഇങ്ങനെ എണ്ണി പറയുകയാണ്: യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ സഹിച്ച സങ്കടങ്ങൾ ഇതാണ്. നമുക്ക് പറയാനുണ്ടോ? യേശുക്രിസ്തുവിന് വേണ്ടി സഹിച്ച സങ്കടങ്ങൾ എത്രയാണ്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മീയത നിർവചിക്കപ്പെടുന്നത്. നമ്മൾ വിചാരിച്ചു പോകരുത് പള്ളി വന്നതുകൊണ്ട് മാത്രം ആത്മീയനായെന്ന്. ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞത്: നിങ്ങൾക്ക് മുമ്പ് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. നിങ്ങൾ വന്ന് ചോദിക്കുമ്പോഴോ ഞാൻ നിങ്ങളോട് എന്തു പറയും? നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഉടനെ ക്രിസ്തുവിന് അൾഷിമേഴ്സ് ബാധിച്ചതാണെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കും. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ? നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ? അത്ഭുതങ്ങൾ ചെയ്തില്ലേ? ഇതെല്ലാം ചോദിക്കും. നമ്മൾ വന്ന് പറയും: ഞങ്ങൾ കൊറോണ ഉണ്ടായിട്ട് ഞങ്ങൾ നിന്റെ വചനം കേൾക്കാൻ ദേവാലയത്തിൽ പോയില്ലേ? സന്ധ്യ നമസ്കാരത്തിൽ പങ്കെടുത്തില്ലേ? ആരാധനയിൽ വന്നില്ലേ? പൊതുവായ കൂടിവരവുകളെല്ലാം ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നീ ഞങ്ങളെ ഓർക്കുന്നില്ലേ? ഉടനെ യേശു 2ാമത് പറയുന്നത് ഇങ്ങനെയാണല്ലോ, വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്: അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടു പോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആക്ഷരികമായി മാത്രം വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കരുത്. യേശു ക്രിസ്തു പറഞ്ഞത് പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ കുർബാന ചൊല്ലി അങ്ങ് പൂർത്തീകരിക്കപ്പെട്ടു പോകുവാനല്ല. പറഞ്ഞ ഒരു കാര്യമാണ്: എൻ്റെ 2ാമത്തെ വരവ് വരെ നിങ്ങൾ ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന ഏൽപ്പിച്ചത് ഒരു കാര്യമാണ്. ആ ഒരു കാര്യം മാത്രമൊന്നും അല്ല ക്രിസ്തു പറഞ്ഞത്. പരസ്പരം സ്നേഹിപ്പീൻ എന്ന് പറയുന്ന കൽപ്പന അതേ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുന്നുവെന്ന് ഇങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹം അളക്കാവുന്ന 3ാമത്തെ ഏകകം, നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹിച്ച സങ്കടങ്ങൾ എത്രയാണ്? ക്രിസ്തുവിന് വേണ്ടി സഹിച്ച സങ്കടങ്ങൾ എത്രയാണ്? എഫേസൂസിലെ സഭയോട് പറയുന്നു: ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർക്കുക, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം വലിയ പാപമായി യേശു കണ്ടത് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. നിർമ്മലമായി പരിധിയില്ലാതെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 3ാമതായി, യേശു ക്രിസ്തു നിങ്ങളാകുന്ന വിളക്ക് കെട്ടുപോകാതെ ഇരിക്കുവാൻ, നീക്കിക്കളയാതെ ഇരിക്കുവാൻ എഫേസൂസിലെ സഭ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോടുള്ള കഠിനമാകുന്ന വാക്കിൽ തന്നെ ഒളിപ്പിച്ച് അവരോട് പറയുന്നു: യു ഷുഡ് റീഫോം. നീ രൂപാന്തരപ്പെടുക. നീ അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക, യു ഷുഡ് റിമെമ്പർ. മാനസാന്തരപ്പെടുക, യു ഷുഡ് റിപ്പന്റ്. 3ാമതായി പറയുകയാണ്, നീ രൂപാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, യു ഷുഡ് റിഫോം. നീ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ആകണം. മാനസാന്തരം എന്നുള്ളത് വാക്കിൽ മാത്രം ഒതുക്കുവാൻ തക്കവണ്ണം ഉള്ളതല്ല, അത് പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഉള്ളതാണ്. അതാണ്
യഥാർത്ഥത്തിൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യൂദായും പത്രോസും ചെയ്ത ഒരേ പ്രവർത്തനമാണ്. കുറ്റമില്ലാത്ത രക്തത്തെ ഏൽപ്പിച്ചു കൊടുത്തു, തള്ളി പറഞ്ഞു. പക്ഷേ രണ്ടുപേരും അനുദപിച്ചു. രണ്ടുപേരുടെ അനുതാപം വിശുദ്ധ സുവിശേഷത്തിൽ രേഖപ്പെടുത്തലുണ്ട്. യൂദാ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് പാപം ചെയ്തു എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ നാണയം എറിഞ്ഞു കളഞ്ഞു. ഒരു അനുതാപത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഘടകങ്ങളും യൂദായുടെ വാക്കിലും ഉണ്ട്. ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള അനുതാപമുണ്ട്. പക്ഷേ യൂദാ നാശയോഗ്യനായി ഭവിച്ചു എന്ന് യേശുവിൻ്റെ വാക്കിൽ തന്നെ പറയുന്നു. എന്നാൽ തള്ളിപ്പറഞ്ഞ പത്രോസ് ആകട്ടെ വിശ്വാസത്തിൻ്റെ ശിലയായി വാഴ്ത്തപ്പെടുന്നു. കാരണം എന്താണെന്നറിയാമോ? പത്രോസ് വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെ ഉണ്ടായിരുന്നു. അതാണ്, പുറത്തിറങ്ങി അവൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മൾ രാവിലെയൊക്കെ അതുകൊണ്ടാണ് എഴുന്നേൽക്കുമ്പോൾ പാടുന്നത്, പരനെ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിൽ കൂടി എന്തുണ്ടായി? അനുതാപം ഉണ്ടായി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്ന് പറയുന്നത് തിരുത്തലല്ല, ഒത്തുതീർപ്പുമല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ പിന്തിരിയലാണ്. സമ്പൂർണമായ പിന്തിരിയൽ. അമൂല്യമായ സമ്പത്തിൻ്റെ ശേഖരം വെറും തൃണമെന്ന് എണ്ണി 4 മടങ്ങ് തിരിച്ചു കൊടുത്ത സഖായി കാണിച്ചു തന്നത് ഒത്തുതീർപ്പല്ല, തിരുത്തലല്ല, സമ്പൂർണമായ പിന്തിരിയലാണ്. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ശൗൽ തൻ്റെ സ്ഥാനവും മാനവും വിദ്യാഭ്യാസവും ഒക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ അവൻ്റെ വിളി കേട്ടപ്പോൾ നിയോഗം സ്വീകരിച്ചു പോയത് വെറും ഒത്തുതീർപ്പല്ല, അതുമാത്രമല്ല തിരുത്തലുമല്ല, സമ്പൂർണമായ പിന്തിരിയലാണ്. യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് സമ്പൂർണമായ പിന്തിരിയലാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വീണടത്ത് കിടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഉരുണ്ട് ചാടി എഴുന്നേറ്റ് വീണ്ടും വീണ് പോകുന്നതല്ല. മറിച്ച് സമ്പൂർണമായി തിരികെ വരുവാൻ, രൂപാന്തരീകരണം സംഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകേണ്ടതായിട്ട് ഉണ്ട്. ഈ പാറ്റായെ പോലെ ആയിപ്പോകരുത്. പാറ്റ എന്ന് പറയുന്നത് 200-ലധികം ദശലക്ഷ വർഷമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലമാണ്. ഒറ്റ കുഴപ്പേ അതിനുള്ളൂ, അത് മലർന്നു വീണ് പോയാൽ കിടന്ന് വട്ടം കറങ്ങാനല്ലാതെ ഇതിന് തിരിഞ്ഞ് നേരെയാവാൻ അറിയത്തില്ല. ചില മനുഷ്യരെങ്ങനെയാണ്, ജീവിതത്തിൽ ബലഹീനതകളൊക്കെ വന്നൊന്ന് വീണു പോയാൽ കിടന്ന് വട്ടം കറങ്ങുന്നതല്ലാതെ അവിടുന്ന് തിരിഞ്ഞ് നേരെയാവാൻ അവരാരും പരിശ്രമിക്കാറില്ല. അനുതാപം സമ്പൂർണമാകുന്നത് പരിപൂർണമായ പിന്തിരിയലിലാണ്. അങ്ങനെയുള്ളവരെയാണ് സ്വർഗം മാനിക്കുന്നത് എന്ന് എപ്പോഴും ഓർത്തുകൊള്ളണം. അനുതാപത്തിന് മടിയുണ്ടാകുന്നത് 2 കാര്യം നിമിത്തമായിട്ടാണ്. ഒന്ന്, സ്വയത്തിലുള്ള അമിതമാകുന്ന പുകഴ്ച കൊണ്ടാണ്. എനിക്കെല്ലാം അറിയാം, ഞാൻ പരിപൂർണനാണ് എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് അനുതാപം ഇല്ലാത്തത്. സ്വയത്തിലുള്ള അമിതമാകുന്ന പുകഴ്ച. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിലെ ഒന്നും അറിയത്തില്ല. നമ്മുടെ തലയ്ക്ക് പുറകിൽ നടക്കുന്ന എന്താണെന്ന് അറിയുവാൻ സാധ്യമാകാത്ത തരത്തിലുള്ള ബലഹീനരാണ് നാം ഓരോരുത്തരും. ഞാനിവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന എൻ്റെ തൊട്ട് പുറകിൽ ആരെങ്കിലും നിന്ന് എന്നെ അപായപ്പെടുത്താനാണോ എന്നെ സംരക്ഷിക്കാനാണോ എന്നുപോലും കാണുവാൻ സാധ്യമാകാത്ത ബലഹീന മനുഷ്യരാണ് നാം. അതുകൊണ്ട് നമ്മളാരും പൂർണ്ണരൊന്നും അല്ല. അതുകൊണ്ട് സ്വയത്തിൽ അമിതമായി പുകഴുമ്പോഴാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. അത് അനുതാപത്തിന് വിഘാതമായി സംഭവിക്കുന്നതാണ്. സ്വയത്തിൽ അമിതമായി പുകഴുന്നവരെ അതുകൊണ്ടാണ് യേശു തിരഞ്ഞെടുക്കാതിരുന്നത്. എന്തുകൊണ്ടാണ് മത്സ്യബന്ധനം ചെയ്യുന്നവരെ തന്നെ യേശു തിരഞ്ഞെടുത്തത്? ഇതിങ്ങനെ ഒരു വായനയുണ്ട്. അതായത് മത്സ്യബന്ധനം ഉപജീവനമാക്കിയവരെ യേശു തിരഞ്ഞെടുത്തതിൻ്റെ കാരണം, സമുദ്രത്തിൽ തങ്ങളുടെ നിഴല് പോലും വീഴാതെ മറഞ്ഞിരുന്നു കൊണ്ട് ഇരയെ പിടിക്കുന്നവരാണ് അവർ. നിഴല് വീണാൽ മത്സ്യം വരികയില്ല. നിഴല് പോലും പതിക്കാതെ മറഞ്ഞിരുന്നു കൊണ്ടൊരു കർമ്മം അനുഷ്ഠിക്കുകയാണ്. അതായത് ലോകത്തിന് മറഞ്ഞിരുന്നു കൊണ്ട് തങ്ങളെ പുകഴ്ത്താതെ, ഇന്നത്തെ കാലം മുഴുവൻ അതാണല്ലോ, തങ്ങളെ പുകഴ്ത്തുകയാണ്. അവരവർ തന്നെ പുകഴ്ച ഉണ്ടാക്കാതെ മറഞ്ഞിരുന്നു കൊണ്ട് ദിവ്യദാനങ്ങൾ, ദിവ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരെയാണ് ക്രിസ്തു ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് മത്സ്യബന്ധന ഉപജീവനമാക്കിയവരെ തന്നെ ക്രിസ്തു തിരഞ്ഞെടുത്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് സ്വയത്തിൽ അമിതമായ പുകഴ്ചയായി പോയാൽ അഹങ്കാരമായി പോകും. അത് അനുതാപത്തിന് വിഘാതമാണ്. രണ്ടാമതായുള്ളത് സ്വയകേന്ദ്രീകൃത ജീവിതമാണ്. സ്വയകേന്ദ്രീകൃത ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മാത്രം നല്ലവൻ, ഞാൻ മാത്രമെല്ലാം നേടിയവനായി ജീവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അത് ആത്മീയതയിലും ഉണ്ട്. ചില പാട്ടൊക്കെ പാടുന്നത് കേട്ടാൽ നമുക്കറിയാൻ പറ്റും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങും. ബാക്കിയുള്ളവരുടെ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയില്ല, ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പൗരസ്ത്യ ആരാധനയിൽ, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ആരാധനയിൽ ഞാനെന്ന് പറയുന്ന വാക്ക് ഒരിടത്ത് പോലും ഇല്ല. നിങ്ങൾ കേട്ടു, നിങ്ങളല്ലെങ്കിൽ നമ്മുടെ ആരാധനാക്രമങ്ങൾ മുഴുവൻ നോക്കിക്കും. കാർമ്മികനാകുന്ന പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന, കർത്താവേ
ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറയുന്നുള്ള സങ്കീർത്തനമൊക്കെ നാം കാണുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ ദൈവത്തോടുള്ള അടുപ്പം അത് കാണിക്കുന്നു. എന്നാൽ പൊതുവായ ആരാധന കടന്നു വരുമ്പോൾ പൊതുവായ ആരാധനയിൽ എന്താണ് നമ്മൾ കാണുന്നത്? കർത്താവെ, ഞങ്ങൾ നിൻ്റെ സ്വർഗീയ സിംഹാസന സന്നിധിയിലേക്ക് ഒരുമിച്ച് കയറുമാറാകണം, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇതൊക്കെയാണ് ആവർത്തിച്ച് കാണുന്നത്. അപ്പം നമ്മൾ അറിയാതെ തന്നെ ഭാഷയിലും ആരാധനയിലും ഒക്കെ ഒരു സ്വയകേന്ദ്രീകൃത ആത്മീയത വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ റോണക്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടത്. 1.5 കോടി 1.5 CR അവരുടെ ഉടനെ തന്നെ അക്കൗണ്ടിൽ വന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. എനിക്ക് സമ്പത്തുണ്ടാകണം, എൻ്റെ ഭവനം അഭിവൃദ്ധിപ്പെടണം, ഇതാണ് ഈ കാലത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ക്രിസ്തു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്വയകേന്ദ്രീകൃത ജീവിതം നയിക്കുകയും സ്വയത്തിൽ വല്ലാതെ പുകഴുകയും ചെയ്യുന്നവർ അനുതാപത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. എൻ്റെ കർത്താവേ, ഞാനല്ല. യേശു ക്രിസ്തു തന്നെ വിശുദ്ധ സുവിശേഷത്തിൽ സുന്ദരമായി പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും അനുഭവം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ വഹിയാത്ത വണ്ണം മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നതാണ് അനുതാപം. അങ്ങനെയുള്ള കണ്ണുനീർ തുള്ളികൾ ദൈവം സൂക്ഷിക്കും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ഈ വാക്കുകൾ ഉപസംഹരിക്കപ്പെടുകയാണ്. നാം ഇവിടെ കാണുന്നു, യഹോവയാകുന്ന ദൈവം യേശുക്രിസ്തുവിന് നൽകിയ അറിയിപ്പ് ദാസൻ മുഖാന്തരം യോഹന്നാന് കൊടുക്കുകയും യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കായി അത് വിഭജിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എഫേസൂസിലെ സഭയോട് പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നീക്കുകയും ചെയ്യും. അവരോട് പറഞ്ഞ കഠിന വാക്കുകൾക്കുള്ളിൽ രക്ഷപ്പെടാനുള്ള 3 ഉപാധികളും ക്രിസ്തു ഒളിപ്പിച്ചു വെച്ചു. അതൊന്ന്, യു ഷുഡ് റിമെമ്പർ, നീ ഓർക്കണം, നടത്തപ്പെട്ട വിധങ്ങൾ ഓർക്കണം, കൃപാദാനങ്ങൾ ഓർക്കണം. നമ്മളെല്ലാം ജീവിതത്തിൽ ഓർമ്മയുള്ളവരാകണം. നന്ദി എന്നുള്ളതും നിന്ന എന്നുള്ളതും ഒരൊറ്റ വള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. നന്ദി എന്നെഴുതുന്നതും നിന്ന എന്നെഴുതുന്നതും ഒരു വള്ളി ഇടുന്നത് മാറിപ്പോയാലാണ്. നന്ദി ഉള്ളവരാകണം, നിന്നയുള്ളവർ ആകരുത്. രണ്ടാമതായി പറഞ്ഞു, ആദ്യം യു ഷുഡ് റിമെമ്പർ, യു ഷുഡ് റിപ്പൻറ്റ്, നീ അനുതപിക്കണം. എന്തിനു വേണ്ടി അനുതപിക്കുന്നത്? വേറെ പാപം ഒന്നും ചെയ്തതായി പറഞ്ഞില്ല. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നിങ്ങളുടെ സ്നേഹം നിർമ്മലമായിരിക്കണം. അത് ഭവനത്തിലും ഭവനത്തിന് വെളിയിലുമെല്ലാം. കപടമുഖം മൂടികൾ അണിഞ്ഞുകൊണ്ട് സ്നേഹിപ്പാനല്ല, നിർമ്മലമായ സ്നേഹം പങ്കുവെക്കുവാൻ തക്കവണ്ണം നമുക്കാകണം. സ്നേഹത്തിൻ്റെ അത് അളക്കുവാനുള്ള 3 ഏകകങ്ങൾ. ഒന്ന്, ഭാഷ, പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, നല്ലത് പറയണം. രണ്ടാമതായി പറഞ്ഞു ശരീരഭാഷ, അനേകരെ ബഹുമാനത്തോടെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആകണം. അബ്രഹാം മമ്രയുടെ തോപ്പിൽ വെച്ച് 3 പുരുഷന്മാരെ ബഹുമാനത്തോടെ സ്വീകരിക്കുവാനാകണം. മൂന്നാമതായി ഒരു ചോദ്യം നമ്മോട് തന്നെ എപ്പോഴും ചോദിക്കണം, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സഹിച്ച സങ്കടങ്ങൾ എത്രയാണ്? വീട്ടിൽ ജോലി കൂടുതലാണെന്ന് ചിന്തിക്കുമ്പോൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ചിന്തിക്കണം, ഇത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന സങ്കടമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് ചിന്തിപ്പാൻ ആവണം. മൂന്നാമതായി പറയുന്നു നീ ഓർക്കുക, അനുതപിക്കുക, നിരൂപാന്തരപ്പെടുക. അനുതാപം വാക്കിലല്ല, പ്രവൃത്തിയിൽ ഉണ്ടാകണം. ഒത്തുതീർപ്പല്ല, ഏതെങ്കിലും തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളുമല്ല, തിരുത്തലുമല്ല, പരിപൂർണമായ പിന്മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അതാണ് സുറിയാനി പാരമ്പര്യത്തിൽ പരിപൂർണ അനുതാപം എന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വരികയും നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തുനിന്ന് നീക്കുകയും ചെയ്യും. ഈ വരികയും എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവാണ്. എന്നാൽ ആ സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റി അല്ല അവിടെ പറയുന്നതെന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. മറിച്ചൊരു സ്പെഷ്യൽ വിസിറ്റേഷനാണ്. നീ അധർമ്മം പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് എനിക്ക് 2ാമത്തെ വരവ് വരെയും കാത്തു നിൽക്കാൻ വയ്യ, നിന്നെ നീക്കിക്കളയുവാൻ തക്കോണം ഞാൻ ഇപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ വിസിറ്റേഷനായി ഇപ്പോൾ തന്നെ ഞാൻ വരികയാണ്. അപ്പോൾ ഇത് നമ്മളെ ഏറെ പരിഭ്രമിപ്പിക്കണം. നമ്മളിങ്ങനെ കർത്താവിൻ്റെ വരവ് അനന്തമായി നീണ്ടുപോകുമെന്നുള്ള ചിന്തയിൽ സകല അധർമ്മങ്ങളും ചെയ്തു പോവുകയാണെങ്കിൽ ഈ വെളിപാട് പുസ്തകത്തിലെ ഈ വാക്യം നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ്. യേശുക്രിസ്തു പറയുകയാണ്, 2ാമത്തെ വരവല്ല, ഇതൊരു സ്പെഷ്യൽ വിസിറ്റേഷനാണ്. നിനക്കു വേണ്ടി ഞാൻ വരും, നിന്നെ നീക്കിക്കളയുവാൻ തക്കവണ്ണം ഞാൻ വരും. അതുകൊണ്ട് ഈ പരിഭ്രമിപ്പിക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ എഴുതുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അങ്ങനെ തിരുത്തപ്പെടുന്നുവെങ്കിൽ നാമാകുന്ന നിലവിളക്ക് ആരുടെയും മുമ്പിൽ കെട്ടുപോവുകയില്ല, നാമാകുന്ന നിലവിളക്ക് നീക്കിക്കളയുകയില്ല, കരിന്തിരി എരിയുകയുമില്ല. മറിച്ച് നാമാകുന്ന നിലവിളക്ക്
എഫേസൂസിലെ സഭയാകുന്ന നിലവിളക്കെന്ന് പറഞ്ഞതിനെ തിരുത്തി പറയുകയാണ്. നാം ആകുന്ന നിലവിളക്ക് അനേകരുടെ മുമ്പിൽ ശോഭിതമായി നിലകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകും. അതിനാൽ ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ യോഗത്തിൽ പല സ്ഥലങ്ങളിലായി, ഭവനങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെയായി പങ്കുചേരുന്ന, ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.